നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്രയിൽ എത്ര ദൂരം നമുക്ക് പോകാമെന്ന് ചോദിച്ചാൽ ഈ യാത്ര അതിൻ്റെ ഉത്തരമായിരിക്കും കേട്ടോ. നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്നും യാത്ര തുടങ്ങി അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി ചേരുന്ന കന്യാകുമാരിയിലേക്കും അവിടെ നിന്ന് നേരെ രാമേശ്വരത്തേക്കും, രാമേശ്വരത്തെത്തി അഗ്നിതീർത്ഥവും 22 കിണറുകളിലെ ജലത്തിൽ നിന്നുള്ള സ്നാനവും കഴിഞ്ഞ് മഹാദേവന്റെ അനുഗ്രഹവും നേടി നേരെ രാമേശ്വരത്തു നിന്നും ക്ഷേത്രങ്ങളുടെ നഗരമായ മധുരയിലേക്ക്. 3 ദിവസം 3 ആത്മീയ നഗരങ്ങൾ, 100 കണക്കിന് കിലോമീറ്ററുകൾ, ഒരുപാട് ഓർമ്മകൾ. ഇതാണ് നമ്മുടെ കന്യാകുമാരി രാമേശ്വരം മധുരൈ യാത്ര. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കന്യാകുമാരിയുടെ കടൽ കാഴ്ചകളും ക്ഷേത്ര ദർശനവും ലൈറ്റ് ഹൗസും ഗാന്ധി മണ്ഡപവും വിവേകാനന്ദ പാറയും രാമേശ്വരത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളും മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലെ ദർശനവും അതിനൊപ്പം അധികം ആളുകൾ പോകാത്ത മധുരയിലെ മറ്റൊരു അത്ഭുതമായ കൂടൽ അഴകർ പെരുമാൾ ടെമ്പിളുമൊക്കെയാണ്. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാനായി ശ്രമിക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. സമയം രാവിലെ 10 മണി കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ചൂടിപ്പോൾ അധികമായതുകൊണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ചൂടായാലും മഴയായാലും കയ്യിലൊരു കുട മസ്റ്റാണ്. പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു ചെറിയ ബോക്സിൽ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെക്കുക. പാരസെറ്റാമോളോ ഡോളയോ വിക്സോ ടൈഗർ ബാമോ ഹാൻഡ് സാനിറ്റൈസറൊക്കെ വെക്കുന്നത് തീർച്ചയായും നമുക്ക് ഉപകാരപ്രദമാവും. പിന്നെ ദീർഘദൂരം യാത്രകൾ ചെയ്യുമ്പോൾ അധികം ക്ഷീണം വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായി അത്യാവശ്യം ഏത്തക്ക കയ്യിൽ വെച്ചിരിക്കുന്നതും നമുക്ക് ഉപകാരപ്രദമാവും. അങ്ങനെ രാവിലെ 10:50 ആയപ്പോൾ നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ട്രെയിൻ നമ്പർ 165-26 കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എല്ലാ ദിവസവും രാത്രി 8:10 KSR ബംഗളൂരു സിറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കോട്ടയം വഴി കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനാണിത്. എല്ലാ ദിവസവും ഈ ട്രെയിൻ കൊല്ലത്ത് എത്തേണ്ട സമയം രാവിലെ 10:10 എന്നാൽ ഇപ്പോൾ എത്തിയത് 10:50 ആയപ്പോഴാണ്. ട്രെയിൻ വൈകി വരുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു പുത്തരിയല്ലല്ലോ. കൊല്ലത്തു നിന്നും കന്യാകുമാരിയിലേക്ക് സ്ലീപ്പറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരാൾക്ക് 150 രൂപയാണ്. കൊല്ലം കന്യാകുമാരി ശരിക്കും ദൂരം കുറവാണ്. ജനറലോ അല്ലെങ്കിൽ മെമു ട്രെയിനോ പോകുന്നതാണ് ചിലവ് കുറവ്. പക്ഷേ നമ്മളിത് കന്യാകുമാരി ട്രിപ്പ് മാത്രമല്ലല്ലോ, ഒരു യാത്രയിൽ 3 വ്യത്യസ്ത സ്ഥലങ്ങളല്ലേ. അതുകൊണ്ടാണ് കുറച്ച് സമാധാനത്തോടു കൂടി മുഷിപ്പില്ലാതെ യാത്ര ഫീൽ ചെയ്യാൻ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തത്. ചൂട് അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ദാഹമില്ലയിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചിരിക്കുകയാണ് ട്രെയിനിൽ. സമയം ഉച്ചയ്ക്ക് 12:15 കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നമ്മുടെ ട്രെയിൻ എത്തി. തിരുവനന്തപുരം സെൻട്രലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വീട്ടിൽ നിന്നും ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തെടുത്തിരുന്നു. അതിപ്പോൾ ട്രെയിനിലിരുന്ന് കഴിക്കാനായി പോവുകയാണ്. വാഴയിലയിൽ പൊതിഞ്ഞ് ചോറ് നല്ല സെറ്റായി ഇരിക്കുമായിരിക്കും. നല്ല വിശപ്പുമുണ്ട്. ഫുള്ള് വെജ് കറികളാണ് കേട്ടോ. ക്ഷേത്ര ദർശനമൊക്കെ ഉണ്ടായതുകൊണ്ട് വ്രതത്തിൽ കൂടിയാണ്. അങ്ങനെ സമാധാനത്തോടു കൂടി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നല്ലതുപോലെ വിശ്രമിച്ച് യാത്ര ആസ്വദിച്ച് ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ്സിനെ കണ്ടു. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 12:50 കഴിഞ്ഞു. നെയ്യാറ്റിൻകര സ്റ്റേഷനിലാണ് ട്രെയിൻ ഇപ്പോൾ. ഇനിയിപ്പോൾ പാറശാല കൂടി കഴിഞ്ഞാൽ തമിഴ്നാടായി. തമിഴ്നാട് കയറിയാൽ പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകൾ മനസ്സിനൊരു തണുപ്പും കുളിർമയും ശാന്തതയും ഒക്കെ തരുന്നതായിരിക്കും. ഇപ്പോൾ ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ പോലും തമിഴ്നാട് സൈഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനായി പറ്റും. ദൂരത്തായി കാണുന്ന മലകളും തെങ്ങിൻ തോപ്പുകളും വാഴക്കൂട്ടങ്ങളും മരങ്ങളും പുഴകളുമൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ സമയവും ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇനി കന്യാകുമാരിയാണ് സ്റ്റോപ്പ്, നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. അതായത് ട്രെയിൻ കന്യാകുമാരി വരെയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം 2:45 ആയപ്പോൾ കന്യാകുമാരി എത്തി കേട്ടോ. ഇവിടെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ട്. അവിടെ കയറി ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആവണം. 20 രൂപയാണ്. എന്നിട്ട് നമ്മുടെ ലഗേജ് കൊണ്ട് ക്ലോക്ക് റൂമിൽ വെക്കണം. 15 രൂപയാണ് 24 മണിക്കൂറത്തേക്ക്. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പതുക്കെ ഇറങ്ങി ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് കന്യാകുമാരി മെയിൻ സ്പോട്ടിലെത്താൻ. മെയിൻ സ്പോട്ട് എന്ന് പറയുമ്പോൾ കന്യാകുമാരിയിലെ എല്ലായിടത്തും പോകാൻ പറ്റുന്ന മെയിൻ സ്പോട്ടുകൾ. സ്റ്റേഷന്
പുറത്തിറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മെഴുക് പ്രതിമകൾ, മെഴുക് കൊണ്ടുള്ള ഐറ്റമൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് എന്തായാലും കയറുന്നില്ല. അത് ജസ്റ്റ് പാസ് ചെയ്ത് മുമ്പിലോട്ട് നടന്നു വരുമ്പോൾ ഇടതും വലതുമായി ഒരു റോഡ് കാണാം. അതിൽ വലത് സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇടത് സൈഡ് നാഗർകോവിൽ സൈഡാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്തടുത്തായിട്ട് തന്നെ ധാരാളം ലോഡ്ജുകളൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. നിങ്ങൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാതെ ഇവിടെ വന്ന് റൂം കണ്ടിട്ട് കാശ് കൊടുക്കുന്നതാവും നല്ലത്. കാരണം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ഓൺലൈൻ കണ്ട പോലെയുള്ള വൃത്തിയൊന്നും നേരിട്ടില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. നല്ല വൃത്തിയുള്ള ധാരാളം റൂം ഇവിടെ കന്യാകുമാരിയിൽ ബീച്ചിൻ്റെ സൈഡിലായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി കന്യാകുമാരിയിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കാം. നടന്ന് കന്യാകുമാരി ആസ്വദിക്കാം. ഈ നടക്കുന്നതിൽ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു കരിമ്പിൻ ജ്യൂസ് കാച്ചിയാലോ? അപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാം. 30 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് സാധനമാണ്. നാരങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത നല്ല കിടുക്കാച്ചി ഐറ്റം. നമുക്കെന്തായാലും കുടിച്ച് സെറ്റാവാം. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും നടത്ത ആരംഭിച്ചു. നല്ല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും നല്ല കാറ്റുണ്ടായിരുന്നു. ആദ്യം നമുക്ക് കന്യാകുമാരി അമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകാം. ക്ഷേത്രത്തിലെ ദർശന സമയമാണ് കേട്ടോ ഇത്. അരുൾമികു ഭഗവതി അമ്മൻ ക്ഷേത്രം. എന്തായാലും ചെരുപ്പ് അടുത്തുള്ള ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് ദർശനത്തിന് പോകാം. ചെരുപ്പ് ഇവിടെ ഫ്രീ ആയിട്ട് സൂക്ഷിക്കും കേട്ടോ. ഭാരതത്തിൻ്റെ തെക്കേ അറ്റമായ കന്യാകുമാരിയിൽ സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഈ മണ്ണിൽ ലോകപ്രസിദ്ധമായ കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും അവിടുത്തെ വിഗ്രഹത്തിലെ തിളങ്ങുന്ന ആ മൂക്കുത്തിയുടെ രഹസ്യവുമാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കേൾക്കാനായി പോകുന്നത്. പണ്ട് ബാണാസുരൻ എന്ന അസുരനെ വധിക്കാൻ വേണ്ടി പാർവതി ദേവി ഒരു കന്യകയായി അവതരിച്ചതാണ് കന്യാകുമാരി ദേവി. ദേവിയുടെ വിവാഹം ശുചീന്ദ്രം ശിവഭഗവാനുമായി നിശ്ചയിച്ചു. എന്നാൽ ബാണാസുരനെ വധിക്കാൻ ദേവി കന്യകയായി തന്നെ ഇരിക്കണമെന്ന് ദേവന്മാർ ആഗ്രഹിച്ചു. നാരദ മുനിയുടെ തന്ത്രത്താൽ വിവാഹം നടന്നില്ല. വിവാഹത്തിനായി ഒരുക്കിയ വിഭവങ്ങൾ പിന്നീട് കന്യാകുമാരിയിലെ മണലായി മാറിയെന്നാണ് വിശ്വാസം. ദേവിയുടെ വിഗ്രഹത്തിലെ മൂക്കുത്തിയിലെ വജ്രം അത്യപൂർവമായ തിളക്കമുള്ളതാണ്. പണ്ട് കടലിലൂടെ വരുന്ന കപ്പലുകൾ ഈ തിളക്കം കണ്ട് ലൈറ്റ് ഹൗസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് തീരത്തെ പാറയിൽ ഇടിച്ച് തകരുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കടലിന് അഭിമുഖമായുള്ള ക്ഷേത്രത്തിൻ്റെ കിഴക്കേ വാതിൽ വർഷത്തിൽ 5 ദിവസം മാത്രമേ തുറക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ മേടിക്കാനായിട്ട് പോവുകയാണ്. ഇനി ആ ചൂട് ചായ ഇവിടുത്തെ കാറ്റും കൊണ്ട് കടലും നോക്കി ആസ്വദിച്ച് കുടിക്കണം. നല്ല അടിപൊളി ഇഞ്ചി ചായ 10 രൂപയായി കേട്ടോ. ആ കാണുന്നതാണ് വിവേകാനന്ദ പാറ. കടലിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുതം. സ്വാമി വിവേകാനന്ദൻ്റെ സ്മരണാർത്ഥം 1970 നിർമ്മിച്ച പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. 1892 വിവേകാനന്ദൻ അവിടെ ധ്യാനിച്ചിരുന്നതായും ജ്ഞാനോദയം ലഭിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. കന്യാകുമാരി തീരത്തു നിന്നും ഏകദേശം 500 മീറ്റർ അകലെ 2 പാറകളിലൊന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തീരത്തു നിന്നും പാറയിലേക്ക് ബോട്ടിൽ പോകാം. സമയവും എൻട്രി ഫീസും ഉണ്ട് കേട്ടോ. രാവിലെ 7:45 തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് സമയം അങ്ങോട്ടേക്കുള്ളത്. 100 രൂപയുടെ എൻട്രിയും ഉണ്ട്, 300 രൂപയുടെ എൻട്രിയും ഉണ്ട്. ഇതിൽ 300 രൂപ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും തിരുവള്ളുവർ പ്രതിമയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലമുണ്ട് ഇവിടെ. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ഈ പാലത്തിലൂടെയും സഞ്ചാരികൾക്ക് കടലിന് മുകളിലൂടെ നടന്ന് വിസ്മയകരമായ കാഴ്ചകൾ കാണാനായി സാധിക്കുന്നതാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. നല്ല തിരക്കുണ്ട്. മാത്രമല്ല സമയം കഴിഞ്ഞു. ലാസ്റ്റ് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇതൊരു വലിയ യാത്രയല്ലേ. ഇപ്പോൾ ഇങ്ങനെ ആസ്വദിക്കാം. പിന്നീട് ഇവിടത്തേക്ക് മാത്രമായി വരുമ്പോൾ നമുക്കെല്ലാം ചെയ്യാം. നമ്മൾ ഇനി ഇവിടുന്ന് കന്യാകുമാരിയിലെ ലൈറ്റ് ഹൗസ് കാണാനായി പോവുകയാണ്. എല്ലാം ഇവിടുന്ന് അടുത്തടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി കന്യാകുമാരി മുഴുവൻ ഒന്ന് കണ്ട് ആസ്വദിക്കാം. നല്ല കാറ്റും കാണും. 10 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഇതാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈമിങ്സും വിസിറ്റിംഗ് ഫീസും ഒക്കെ. നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. മുകളിലോട്ട് പോകാനായിട്ട് ലിഫ്റ്റും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ട് ലിഫ്റ്റിൽ പോയിട്ട് തിരിച്ച് സ്റ്റെപ്പ് വഴി ഇറങ്ങി വരാം. നമ്മളങ്ങനെ മുകളിലെത്തി കേട്ടോ. ഒരു രക്ഷയുമില്ല ഇവിടുത്തെ കാഴ്ച. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി കാറ്റും കൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച, അത് വേറെ ലെവൽ തന്നെയാണ്.
കന്യാകുമാരിയുടെ ഒരു ഭംഗി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് മുഴുവനായി തന്നെ ആസ്വദിക്കാനായി പറ്റും കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ ഇവിടെ കാറ്റും കൊണ്ട് നിന്നാൽ സമയം പോകുന്നത് അറിയത്തതേയില്ല. അടിപൊളിയാണ്. നിങ്ങൾ തീർച്ചയായും കന്യാകുമാരിയിലേക്ക് വരുമ്പോൾ ഈ ഒരു വ്യൂ ആസ്വദിക്കാനായിട്ട് ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാനായി ശ്രമിക്കണം കേട്ടോ. കുറച്ചു നേരം ഇവിടേക്ക് ഇങ്ങനെ നോക്കി ഈ കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോൾ തന്നെ ആഹാ, എന്താ മനസ്സിനൊരു കുളിർമ. പക്ഷേ ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഉയരം പേടിയുള്ളവർക്ക് പേടിക്കേണ്ട വലിയ തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കാനൊക്കെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ചെറിയ സ്പേസ് പോലെ തോന്നുമെങ്കിലും നമുക്ക് നിൽക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേടിയുള്ളവരാണെങ്കിലും നല്ലതുപോലെ കാഴ്ച ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് കെട്ടിവെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ മേളത്തെ കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ നിന്ന് കാണുന്നില്ലേ, നിന്ന് ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ സൗകര്യമുണ്ട്, കിടക്കാൻ വരെ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ലതുപോലെ ഇവിടെ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസിലെ കാഴ്ച നിങ്ങൾ കയറി ഒന്ന് ആസ്വദിക്കുക. വെറും 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് പതുക്കെ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങിയിട്ട് നേരെ ഗാന്ധി മണ്ഡപം കാണാനായിട്ട് വന്നു. ഗാന്ധിജിയുടെ A to Z കാര്യങ്ങളും പിന്നെ കുറേ പുസ്തകങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനകത്തൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ഓരോന്ന് ഗാന്ധിജിയുടെ ഓരോരോ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി പോകാനൊക്കെ നല്ല രസമാണ്. ഒരുപാടുണ്ട് കാണാനായിട്ടത്. ഒന്ന് റൗണ്ട് അടിച്ച് കാണുന്നത് നല്ലതാണ്. ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതൊക്കെ കയറി ഒന്ന് കണ്ട് വായിച്ച് വന്നപ്പോഴേക്കും ക്ലോസിംഗ് ടൈം ആയി കേട്ടോ. ഇരുട്ടും വീണു. രാത്രിയിൽ കന്യാകുമാരിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ മറ്റൊരു കാഴ്ച കണ്ടു. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഫ്രീ എൻട്രിയാണ്, പക്ഷേ ഇതിനകത്ത് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് കാശ് കൊടുക്കണം. അതിൻ്റെ റേറ്റ് അകത്തുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. വെള്ളത്തിനും അല്ലാതെയൊക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വെള്ളത്തിൽ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് നല്ലതുപോലെ ശാരീരികമായും മാനസികമായും സുഖം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങളെ കുട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ നടന്ന് കറങ്ങിക്കണ്ട് സമയം രാത്രി 7:30 ഇനി എന്തെങ്കിലും ആഹാരം ലൈറ്റായിട്ട് കഴിക്കണം. വിശപ്പ് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കയറി പ്ലെയിൻ ദോശ മേടിച്ചു. സാമ്പാറും ചമ്മന്തിയും മൊത്തത്തിൽ 80 രൂപയായി കേട്ടോ. ചായ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് കുറച്ചു നേരം ബീച്ച് സൈഡിൽ പോയിരുന്ന് റെസ്റ്റ് എടുത്ത് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് കന്യാകുമാരിയിലെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മളെ ലഗേജൊക്കെ എടുത്തിട്ടുണ്ട്. രാത്രി 11 മണിക്ക് രാമേശ്വരത്തേക്ക് നമുക്ക് ഇവിടുന്ന് ട്രെയിനിൽ പോകണം. ട്രെയിൻ നമ്പർ 226-22 രാമേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചകളിലുമായിട്ട് മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനാണിത്. രാത്രി 11 മണിക്ക് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് അടുത്ത ദിവസം രാവിലെ 6:15 നമ്മൾ രാമേശ്വരത്തേക്ക് എത്തുന്ന ഒരു ട്രെയിനാണിത്. ഈ ഒരു ട്രെയിൻ രാമേശ്വരത്തേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. സ്ലീപ്പറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരാൾക്ക് 295 രൂപയാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമ്മൾ രാമേശ്വരം എത്തും. നമ്മൾ രാവിലെ കറക്റ്റ് ഒരു 5:40 ആയപ്പോൾ രാമേശ്വരം എത്തി കേട്ടോ. വണ്ടി നേരത്തെയാണ് എത്തിയത്. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി ക്ഷേത്രത്തിലോട്ട് പോകണം. ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ബസ് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല, അതിന് പ്രത്യേകം സമയമുണ്ട്. ഒരു ഓട്ടോ പിടിച്ച് പോവുക. ഇപ്പോൾ നമ്മൾ ഒന്നാണെങ്കിലും ഒന്നധികം ആൾക്കാരാണെങ്കിലും 100 രൂപ തന്നെയാണ് കേട്ടോ. ഫിക്സഡ് റേറ്റ് ആണ്. അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനാണെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരുവാണെങ്കിലും 100 രൂപ തന്നെയാണ് കേട്ടോ. നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടുണ്ട്. ഇനി നേരെ ക്ഷേത്രത്തിനടുത്തുള്ള എവിടെയെങ്കിലും ഒരു ഉച്ചവരെ തങ്ങാൻ റൂം സംഘടിപ്പിക്കണം. റൂം എന്തായാലും വേണ്ടി വരും. കാരണം രാമേശ്വര ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ അഗ്നിതീർത്ഥമായ കടലിൽ മുങ്ങിക്കുളിച്ച് അതേ ഈറനോടെ 22 കിണർ വെള്ളത്തിൽ സ്നാനം ചെയ്തിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണം വീണ്ടും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്തായാലും ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു ലോഡ്ജ് ഞാൻ തപ്പി എടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചവരെ എനിക്ക് ഇവിടെ 300 രൂപയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് എനിക്ക് ചെക്കൗട്ട് ചെയ്യണം. പക്ഷേ കുഴപ്പമില്ല, ഓക്കെയാണ്. എല്ലാ രീതിയിലും ദർശനം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാനും ഒന്ന് കിടക്കാനും ഒക്കെ ഈ ഒരു ലോഡ്ജ് എന്തായാലും ഉപകാരപ്രദമാവും. ഉച്ചയ്ക്ക് 1:30 രാമേശ്വരത്ത് നിന്ന് മധുരയിലേക്ക് നമുക്ക് തിരിച്ചുള്ള ട്രെയിൻ. അങ്ങനെ റൂമിൽ വന്നൊന്ന് സെറ്റായി നേരെ നടന്ന് ക്ഷേത്രത്തിനടുത്തുള്ള അഗ്നിതീർത്ഥമായ കടലിലേക്ക് മുങ്ങിക്കുളിക്കാനായി പോവുകയാണ് കേട്ടോ. ഈ അഗ്നിതീർത്ഥത്തിനടുത്താണ് ബലികർമ്മങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ബലിയിട്ട് കർമ്മം ചെയ്താൽ മോക്ഷം ഉറപ്പെന്നും ജന്മജന്മാന്തരമുള്ള പാപങ്ങൾ മാറിക്കിട്ടുമെന്നുമാണ് കേട്ടോ വിശ്വാസം. അതുപോലെ അഗ്നിതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് 22 കിണറിൽ നിന്നുള്ള ജലത്തിൽ സ്നാനം ചെയ്താൽ എല്ലാ പാപങ്ങൾ അകലുമെന്നും മോക്ഷം കിട്ടുമെന്നുമാണ് വിശ്വാസം. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കരയിലിരുന്നൊന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരുപാട് നേരം മഹാദേവനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു.
എന്നിട്ട് പതുക്കെ കടലിൽ മുങ്ങി കുളിക്കാനായി ഇറങ്ങി. കുറച്ചു നേരം കടലിൽ മുങ്ങി കുളിച്ചു. നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ നടന്ന് നോർത്ത് ഗേറ്റ് വഴി 22 കിണറിലെ ജലത്തിൽ സ്നാനം ചെയ്യാനായി പോവുകയാണ്. ഇവിടെ 25 രൂപയാണ് ചാർജ്. അത് പക്ഷെ നല്ല സമയമെടുക്കും കേട്ടോ. എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തിയായിരിക്കും ഒഴിക്കുന്നത്. എന്നാൽ 250 രൂപ കൊടുത്താൽ ഒരാൾ നമ്മുടെ കൂടെ വന്ന് നമുക്ക് മാത്രമായി ക്യൂ ഒന്നുമില്ലാതെ 22 കിണറുകളിൽ നിന്നും വെള്ളം ഒഴിച്ചു തരും കേട്ടോ. ഞാൻ 250 രൂപ കൊടുത്താണ് സ്നാനം ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ റൂമിൽ തിരിച്ചു വന്നു ഡ്രസ്സും മാറി ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തി. ഇവിടെ ഫ്രീ ദർശനം 50, 100, 200 രൂപ മുതലുണ്ട്. നമ്മൾ 100 രൂപയുടെ ദർശനമാണ് എടുത്തത്. സമയം 9 മണിയായി രാവിലെ. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ദർശനം കിട്ടി. നന്നായി തന്നെ ഭഗവാൻ ദർശനം തന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഭഗവാന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ഭാരതത്തിലെ തന്നെ ഏറ്റവും വിശുദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ മഹാക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ദർശനം നടത്തിയിരിക്കുന്നത്. മഹാദേവൻ്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ അതീവ വിശുദ്ധമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ പ്രത്യേകത ശൈവ വൈഷ്ണവ വിശ്വാസങ്ങളുടെ സംഗമമാണിവിടെ. വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമ ഭഗവാൻ ശിവഭഗവാനെ ആരാധിച്ച സ്ഥലമായതിനാൽ ഇത് അതീവ പുണ്യഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്ര ഇടനാഴികളിലൊന്നാണ് ഇവിടെ ഉള്ളത്. കണക്കിന് തൂണുകളും അതിലെ അതിസുന്ദരമായ ശില്പകലയും കാണുമ്പോൾ തന്നെ ഒരു ദിവ്യമായ അനുഭവം നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാം കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയപ്പോൾ സമയം രാവിലെ 10:30 രാവിലെ എന്നാൽ പിന്നെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി നല്ല ഫ്രഷ് മൊസാമ്പി ജ്യൂസ് കുടിക്കാനായി പോവുകയാണ്. 70 രൂപയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന്. അത് പഞ്ചസാര ഇടാതാണ്. പഞ്ചസാര ഇട്ടാൽ അത് വെറും 40 രൂപയായിട്ട് കുറയും. നമുക്കെന്തായാലും 70 രൂപയ്ക്ക് നല്ല ഫ്രഷ് സാധനം തന്നെ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതും കുടിച്ച് റൂമിൽ വന്ന് ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്ത് നേരെ ഓട്ടോ പിടിച്ച് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. സമയം അപ്പോൾ ഉച്ചയ്ക്ക് 12:45 ആയി കഴിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള ഒരു ചെറിയ ഹോട്ടലിൽ നിന്നും വെജ് ഊണ് പാഴ്സലായി മേടിച്ചു. 120 രൂപയായി. ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ ദിവസവും രാമേശ്വരത്തു നിന്ന് ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച് കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകുന്ന അമൃത എക്സ്പ്രസ്സിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് നമ്മൾ മധുരയിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. അങ്ങനെ ട്രെയിനിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായപ്പോഴാണ് നമ്മുടെ പാമ്പം പാലത്തിലേക്ക് ട്രെയിൻ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ എടുക്കാനായിട്ട് പറ്റിയത്. അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. കടലിൻ്റെ നടുക്കിലൂടെയുള്ള ഈ ഒരു ട്രെയിൻ യാത്ര, കടൽ നമുക്ക് വളരെ അടുത്തായിട്ട് തന്നെ ട്രെയിനിൽ പോകുമ്പോൾ കാണാനായി സാധിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേക്കും വൈകിട്ടൊരു 4 മണിക്ക് മുമ്പ് എന്തായാലും നമ്മൾ മധുരയിലെത്തും കേട്ടോ. മധുരൈ സ്റ്റേഷനിലെത്തും. അവിടെ എത്തിയിട്ടാണ് ഇനി നമ്മുടെ ബാക്കി പരിപാടി. മധുരയിൽ നിന്ന് തന്നെയാണ് നമുക്ക് കേരളത്തിലേക്കുള്ള തിരിച്ചുള്ള നമ്മുടെ മടക്കയാത്രയും. അതിനു മുമ്പുള്ള വിശേഷപ്പെട്ട അത്ഭുത ക്ഷേത്രങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ കാണിക്കാം. അങ്ങനെ 4 മണിക്ക് മുൻപ് തന്നെ നമ്മൾ മധുരൈ സ്റ്റേഷനിലെത്തി. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 IRCTCയുടെ തന്നെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട്. മണിക്കൂറിന് 60 രൂപയാണ്. വെളിയിൽ 50 രൂപ എഴുതിയിട്ടുണ്ടെങ്കിലും അകത്ത് മണിക്കൂറിന് 60 രൂപയാണ്. അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഫുഡ് കഴിക്കാനുള്ള സംവിധാനവും ഉണ്ട്. പിന്നെ കുളിക്കാനും സെറ്റാവാനും ഡ്രസ്സ് മാറാനും വെവ്വേറെ ലേഡീസിനും ജെൻസിനും ഒക്കെ എല്ലാ സംവിധാനവും ഉണ്ട്. അവിടെ കയറി നമ്മൾ ഒന്ന് സെറ്റായതിനു ശേഷം നമ്മളിനി നേരെ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി നമ്മുടെ ലഗേജ് മുഴുവനും കൊണ്ടുവച്ചു. ഇനി ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ നമുക്ക് പോവേണ്ട ആ ഒരു മഹാക്ഷേത്രത്തിലേക്ക്. അതായത് മധുരൈ വന്നു കഴിഞ്ഞാൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ക്ഷേത്രമാണിത് ഈ ഒരു മഹാക്ഷേത്രം. മധുര എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് മീനാക്ഷി അമ്മൻ ക്ഷേത്രം തന്നെയായിരിക്കും. പക്ഷേ മധുരയുടെ ഹൃദയത്തിനുള്ളിൽ ഇന്നും പലർക്കും അറിയാതെ നിൽക്കുന്ന മറ്റൊരു അത്ഭുത ക്ഷേത്രമുണ്ട്. ചരിത്രവും വിശ്വാസവും ശില്പകലയും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ദിവ്യ സ്ഥലം. അതാണ് കൂടൽ അഴകർ ക്ഷേത്രം. മധുര നഗരത്തിൻ്റെ നടുവിലായി നൂറ്റാണ്ടുകളിലായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം വിഷ്ണു ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള അതിപുരാതന ദിവ്യദേശങ്ങളിൽ ഒന്നാണ്. കൂടൽ എന്ന വാക്കിൻ്റെ അർത്ഥം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നാണ്. അങ്ങനെ തന്നെയാണ് ഈ നഗരവും. സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ചേർന്ന് നിൽക്കുന്ന മധുര. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ കൂടൽ അഴകർ പെരുമാൾ നിൽക്കുന്ന രൂപത്തിലും ഇരിക്കുന്ന രൂപത്തിലും കിടക്കുന്ന രൂപത്തിലും 3 ഭാവങ്ങളിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ക്ഷേത്രമെന്ന് തോന്നാം. പക്ഷേ അകത്തേക്ക് കയറുന്ന ഓരോ നിമിഷവും ശില്പങ്ങളുടെ ഭംഗിയും ആ ദിവ്യമായ ശാന്തതയും മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഫീലാണ്. മധുരയിലെ തിരക്കിനിടയിൽ പോലും ഇവിടെ ഒരു പ്രത്യേക സമാധാനമുണ്ട്. അതുകൊണ്ടാണ് പല നാട്ടുകാരും മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തോടൊപ്പം ഈ ക്ഷേത്രവും നിർബന്ധമായും സന്ദർശിക്കുന്നത്. ഇനി മുതൽ നിങ്ങൾ ഒരിക്കലെങ്കിലും മധുരയിലേക്ക് വരികയാണെങ്കിൽ പ്രശസ്തമായ ഇടങ്ങൾ മാത്രം കണ്ടു മടങ്ങരുത്. ചരിത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ അത്ഭുത ക്ഷേത്രവും കാണണം. ഒരിക്കലെങ്കിലും കൂടൽ അഴകരുടെ ദർശനം നേടണം. മധുരയുടെ യഥാർത്ഥ ആത്മാവ് അറിയണമെങ്കിൽ മീനാക്ഷി അമ്മനെ മാത്രമല്ല കൂടൽ അഴകരെയും കാണണം.
അങ്ങനെ കൂടൽ ഭഗവാന്റെ ദർശനവും കഴിഞ്ഞ് നമ്മളിനി പോകാൻ പോകുന്നത് മധുര മീനാക്ഷി അമ്മയുടെ സന്നിധിയിലേക്ക്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ, മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലേക്കും. ഈ 2 ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓട്ടോ വഴി പോകേണ്ട ഒരു കാര്യമില്ല, നടന്ന് സുഖമായിട്ട് പോവാം. അങ്ങനെ നമ്മൾ മധുര മീനാക്ഷി അമ്മൻ കോവിലെത്തി ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ നല്ല താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ക്ഷേത്ര ദർശനം കൂടെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. രാത്രി ഒരു 8-8:30 ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നേരെ മധുര റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് തിരിച്ചെത്തണം. തിരിച്ചുള്ള യാത്ര, അതായത് കേരളത്തിലേക്കുള്ള മടക്ക യാത്ര നമുക്ക് മധുരയിൽ നിന്നുമാണ്. ട്രെയിൻ നമ്പർ 167-29 മധുരൈ പുനലൂർ എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും രാത്രി മധുരയിൽ നിന്നും 11:15 പുറപ്പെടുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു 8:30 കഴിയുമ്പോൾ കൊല്ലം ജംഗ്ഷനിലെത്തും. ഒരാൾക്ക് 245 രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ്. കൊല്ലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ നേരെ പുനലൂർ വരെ, അറിയാലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്കും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത്. പുതിയൊരു യാത്രയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ.